ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ വേൾഡ്. ഇന്ന് നമ്മൾ ന്യൂയോർക്കിലോട്ട് പോകുവാണ്. സോ ഞങ്ങൾ ന്യൂയോർക്കിലോട്ട് പോകുന്ന ചെറിയൊരു നിങ്ങൾക്ക് ട്രാവൽ വ്യൂ കാണിക്കുവാണ്. സോ അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തിൽ ഞങ്ങൾ വേറെ വീഡിയോസ് ഇടും അവിടുത്തെ സ്ഥലങ്ങളിലെ കാര്യങ്ങളെല്ലാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇത് കാണുക, എൻജോയ് ചെയ്യുക. സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾക്ക് ഇവിടുന്ന് ന്യൂയോർക്കിലോട്ട് ആക്ച്വലി 217 മൈൽസ് ഉണ്ട്. മാപ്പിൽ ആക്ച്വലി ഒരു 3 hours and 45 minutes ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ലെയിൻ ട്രാഫിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലെയിൻ മാറിപ്പോയി കഴിഞ്ഞാൽ പല എക്സിറ്റുകളും പല റൂട്ടുകളും നമുക്ക് മാറിപ്പോകും. സഡൻ ആയിട്ട് ടേൺ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് തന്നെ പോയിട്ട് അടുത്ത എക്സിറ്റ് എടുത്ത് റീറൗട്ട് ചെയ്ത് വരണം. ഈ കാണുന്നത് ക്രൂസ് മെറിലാൻഡ് ടെർമിനൽ ആണ്. ഒരു ഷിപ്പ് അവിടെ ഉള്ളത് നമുക്ക് കാണാം. അത് പറ്റാപ്സ്കോ റിവറിലാണ്. 2 months മുൻപ് ഒരു ഷിപ്പ് ഇടിച്ച് കൊലാപ്സ് ആയത് ഈ റിവർ ക്രോസ് ചെയ്യുന്ന മറ്റൊരു ബ്രിഡ്ജാണ്. ഇവിടുന്ന് കാണത്തില്ല. ഇതിനടുത്ത് തന്നെയാണ്. ആ ബ്രിഡ്ജിന്റെ പേര് ഫ്രാൻസിസ് സ്കോട്ട് കീ ആണ്. ഈ പറ്റാപ്സ്കോ റിവർ ക്രോസ് ചെയ്യുന്ന ഒരു ടണലാണിത്. ഇതിന്റെ പേര് ഫോർട്ട് മെക്ഹെൻറി ടണൽ എന്നാണ്. ഇന്ന് നല്ല ട്രാഫിക് ആണ്. ഞങ്ങൾ അരമണിക്കൂറായിട്ട് ഈ ട്രാഫിക്കിൽ കിടക്കുകയാണ്. ഇപ്പോഴാ ട്രാഫിക് ഒന്ന് ക്ലിയർ ആയത്. സൈഡായി ട്രാഫിക്. അതെ, ഇപ്പൊ മറ്റേ സൈഡായി ട്രാഫിക്, നമുക്ക് ഫ്രീ ആയിരുന്നു. ഈ ഹൈവേക്ക് പറയുന്നത് I-95 എന്നാണ്. I എന്നത് ഇന്റർസ്റ്റേറ്റ് ആണ്. ഓക്കെ, നമ്മളിപ്പം ഡെലാവേർ സ്റ്റേറ്റിലോട്ട് കയറി. ഇത് മെറിലാൻഡിന്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് ആണ്. In 2 miles, bear right to merge onto Interstate 295 north towards Delaware Memorial Bridge. നിങ്ങൾക്ക് വ്യൂ ശരിക്കും കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല, ബട്ട് ഞങ്ങൾ ബ്രിഡ്ജിനകത്തൂടെ പാസ് ചെയ്ത് പോവാണ്. സ്പീഡ് ലിമിറ്റ് 50. സ്പീഡ് ലിമിറ്റ് 50 എഴുതിയേക്കണെങ്കിലും ഇവിടെ ആരും 50 പോകുന്നില്ല എന്ന് തോന്നുന്നു. ബാക്കി വരുന്നവരൊക്കെ ഫ്ലാഷ് അടിച്ച് കാണുന്നു. ഈ ബ്രിഡ്ജ് ഉള്ളത് ഡെലാവെയർ റിവറിന്റെ മേലാണ്. ഇത് ഡെലാവെയർ സ്റ്റേറ്റിനെയും ന്യൂജേഴ്സി സ്റ്റേറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. അതിന്റെ മറ്റേ സൈഡിൽ ക്ലൗഡ് വ്യൂ ആയതുകൊണ്ട്, സ്കൈ വ്യൂ ആയതുകൊണ്ട് ഈ ബ്രിഡ്ജിന് ഒരു പ്രത്യേക ലുക്കുണ്ട്. വേൾഡ് വാർ 2 സോൾജേഴ്സ് അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ബ്രിഡ്ജിന് ഈ പേരിട്ടത്.
സമ്മറൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ബോട്ടൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഞങ്ങള് റെസ്റ്റ് ഏരിയയിലോട്ടൊന്ന് കയറുവാണ് ഫോർ ഫ്യൂൾ അടിക്കാനും ഫുഡിനുമായിട്ട്. ഇവിടെ ഇങ്ങനെ ഹൈവേയിൽ റെസ്റ്റ് ഏരിയാസ് ഉണ്ടാകും. അതിൽ ഫുഡ് കോർട്ട്, റെസ്റ്റ് റൂംസ് ആൻഡ് ഫ്യൂൾ സ്റ്റേഷൻ എന്നീ ഫെസിലിറ്റീസ് ഉണ്ടാകും. ഇവിടെ ഫ്യൂൾ സ്റ്റേഷന് ഗ്യാസ് സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഞങ്ങളങ്ങനെ ഒരു ന്യൂയോർക്കിൽ നിന്നുള്ള യാത്രയുടെ ഇടയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയേക്കുവാണ്. റെസ്റ്റ് ഏരിയ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങൾ ബർഗർ കിങ്ങിൽ നിന്നും ബർഗേഴ്സ് ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ഓർഡർ ചെയ്തത്. നമ്മുടെ നാട്ടിലെ പോലെ ഉച്ചയൂണും നാടൻ വിഭവങ്ങളും ഈ സമയങ്ങളിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് കാറിലോട്ട് വന്നു. ഇവിടെ വെക്കേഷൻ ടൈമിൽ ആൾക്കാർ ആ കാണുന്നത് പോലെ അവരുടെ വെഹിക്കിളിൽ ക്യാമ്പർ വാൻ കണക്ട് ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ പോയാൽ ഹോട്ടൽ റൂംസ് ഒന്നും എടുക്കണ്ട, അതിൽ തന്നെ സ്റ്റേ ചെയ്യാം. ഇവിടെ മിക്ക ആൾക്കാർക്കും ഇതുപോലെ ക്യാമ്പർ വാൻ അല്ലെങ്കിൽ മോട്ടോർ ഹോം ഉണ്ടാകും. ഇങ്ങനെയുള്ളവർക്ക് പാർക്ക് ചെയ്ത് സ്റ്റേ ചെയ്യാൻ ക്യാമ്പിംഗ് സ്റ്റേഷനുകളും കോമൺ ആണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റ് ഏരിയയിൽ നിന്നും ഹൈവേയിലോട്ട് എൻ്റർ ആവുക.
അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിലെത്തി. ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ന്യൂയോർക്ക് സിറ്റിയിലുള്ള വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. നെക്സ്റ്റ് വീഡിയോക്കായി സ്റ്റേ ട്യൂൺഡ്. ബൈ.